എൻ്റെ പേര് റാണി. എൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹം വന്നത് ഒരു സാധാരണ ദിവസത്തിലായിരുന്നു. ഒരു ദിവസം എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, മോളെ, നിനക്കൊരു പ്രപ്പോസലുണ്ട്. അങ്ങനെ ഉപ്പ എനിക്ക് ചെക്കൻ്റെ ഫോട്ടോ കാണിച്ചു തന്നു. ഫോട്ടോ കണ്ട നിമിഷം തന്നെ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത, ചെക്കൻ മൊഞ്ചനാണല്ലോ. ഞാൻ ഉപ്പനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെ. അങ്ങനെ ഒരു ദിവസം രാജ എന്ന ചെക്കൻ എന്നെ കാണാൻ വന്നു. കയ്യിലൊരു മനോഹരമായ ഫ്ലവർ ബുക്കെ. ആ നിമിഷം എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷമായിരുന്നു. നമ്മുടെ വിവാഹ തീയതി 12 ജാനുവരി 1986 എന്ന് നിശ്ചയിച്ചു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മെഹന്തിയും വിവാഹവും വളരെ ഭംഗിയായി സന്തോഷത്തോടെ നടന്നു. അൽഹംദുലില്ലാ. വിവാഹത്തിനു ശേഷം നമ്മുടെ ജീവിതം സ്നേഹവും സന്തോഷവും നിറഞ്ഞതായിരുന്നു. ഒരു ദിവസം രാജ ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. പോകുന്നതിനു മുമ്പ് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങി. കാഫേ, ബീച്ച്, ഓർമ്മകളായി അവയെല്ലാം എൻ്റെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. 2 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഗർഭിണിയായി. ഞങ്ങൾ ഇരുവരും അതീവ സന്തോഷത്തിലായിരുന്നു. എൻ്റെ 7ാം മാസ ചടങ്ങ് വളരെ ഭംഗിയായി നടന്നു. അൽഹംദുലില്ലാ. 23/11/1986 ഞാൻ കങ്കനാടി ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ നേഴ്സ് എൻ്റെ കുഞ്ഞിനെ രാജയുടെ കൈകളിൽ നൽകി. അന്ന് ഞങ്ങൾ അവൾക്ക് ഷമീറ എന്ന പേര് നൽകി. 2 വർഷത്തിനു ശേഷം അല്ലാഹുവിൻ്റെ അനുഗ്രഹമായി 2ാമത്തെ പെൺകുഞ്ഞ് ജനിച്ചു. അവൾക്ക് ഷബാന എന്ന് പേര് വെച്ചു. അൽഹംദുലില്ലാ. 6 വർഷത്തിനു ശേഷം 3ാമത്തെ കുഞ്ഞു. അവൾക്ക് സുനൈന എന്ന് പേരിട്ടു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം രാജ വീണ്ടും സൗദിയിലേക്ക് പോയി. ഞാൻ ഏറെ വിഷമത്തിലായിരുന്നു. ഒരു ദിവസം രാജ ഫോൺ ചെയ്തു പറഞ്ഞു, റാണി, നീ വിഷമിക്കണ്ട, എനിക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ട്. നിന്നെയും കുട്ടികളെയും ഞാൻ സൗദിയിലേക്ക് വിളിക്കും. ആ വാക്കുകളിൽ ഞാൻ വീണ്ടും പ്രതീക്ഷ കണ്ടു. പക്ഷേ വിധി അത്ര എളുപ്പമായിരുന്നില്ല. കുറച്ചു കാലത്തിനു ശേഷം രാജയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. എൻ്റെ രാജ ഈ ലോകം വിട്ടുപോയി. ആ നിമിഷം മുതൽ എൻ്റെ ജീവിതം മുഴുവൻ ദുഃഖം നിറഞ്ഞതായി. എവിടെ പോയാലും എന്തു ചെയ്താലും രാജയുടെ ഓർമ്മകൾ എന്നെ പിന്തുടർന്നു. ഒരു ദിവസം ഉപ്പ എന്നോട് പറഞ്ഞു, റാണി, നിനക്ക് മറ്റൊരു പ്രപ്പോസലുണ്ട്. ഞാൻ പറഞ്ഞു, ഉപ്പ, എനിക്കിനി വിവാഹം വേണ്ട, എൻ്റെ മക്കളാണ് എനിക്കെല്ലാം. ഉപ്പ എന്നെ കൂട്ടി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കാലം പതുക്കെ മുന്നോട്ട് നീങ്ങി. 2 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മൂത്ത മകൾ ഷമീറയ്ക്ക് പ്രപ്പോസലുണ്ടെന്ന് ഉപ്പ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉപ്പ, അവൾ ഇപ്പോഴും ചെറിയ കുട്ടിയല്ലേ? ഉപ്പ പറഞ്ഞു, ഇത് നല്ല പ്രപ്പോസലാണ്. അങ്ങനെ ഷമീറയുടെ വിവാഹം വളരെ ഭംഗിയായി നടന്നു. വിവാഹത്തിന് ശേഷം അവളുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കണം. നിങ്ങളെ ഞാൻ എൻ്റെ അമ്മയായി കരുതും. ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി. അന്ന് ഞാൻ വീണ്ടും ഒരു അമ്മയായതുപോലെ തോന്നി. പിന്നീട് ഷബാനയുടെയും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സുനൈനയുടെയും വിവാഹവും സന്തോഷത്തോടെ നടന്നു. അൽഹംദുലില്ലാ. ഇന്ന് എൻ്റെ 3 പെൺമക്കളും എന്നെ പൊന്നുപോലെ നോക്കുന്നു. അല്ലാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണവർ. അവരിൽ മൂത്ത മകൾ ഷമീറ. ഞാനും ഇപ്പോൾ ഹജ്ജ് യാത്രയ്ക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ്. ഈ യാത്ര ഹൈറിലാകാൻ എല്ലാവരും ദുആ ചെയ്യണമേ.